ഇസ്രായേൽ കണ്ട ശക്തനായ ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ്. ബാലിന്റെ പുരോഹിതന്മാരുടെ മുൻപിൽ വെച്ച് സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയവൻ. പക്ഷേ ഇസബേലിന്റെ ഭീഷണി കേട്ട് ഭയന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ പോയിരുന്ന കർത്താവെ എനിക്ക് മതിയായി, എനിക്ക് മരിച്ചാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് ദൂതനാൽ ശക്തപ്പെട്ട് അവൻ യാത്രയാകുന്നതും പിന്നീട് ഒരു ഗുഹയുടെ മുന്നിൽ വെച്ച് കർത്താവായ യഹോവ തന്നെ അവന് മീറ്റ് ചെയ്യുന്നതായി നമുക്ക് കാണാം. അവിടെ ദൈവം ചോദിക്കുന്നുണ്ട്, ഏലിയാവെ നിനക്കിവിടെ എന്താകുന്ന കാര്യമുണ്ട്? അപ്പോൾ കർത്താവിനോട് ഏലിയാവ് തൻ്റെ വിഷമവും തൻ്റെ ആകുലതയും ഷെയർ ചെയ്യുകയാണ്. യഹോവേ, ഞാൻ നിനക്ക് വേണ്ടി വളരെയധികം ശുഷ്കാന്തിച്ചിരിക്കുന്നു. പക്ഷേ ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠത്തെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാം അവസാനിച്ചു എന്ന് ഏലിയാവ് കരുതുന്ന ഈ സമയത്ത് കർത്താവ് അടുത്തൊരു പദ്ധതിയാണ് ഏലിയാവിനോട് വെളിപ്പെടുത്തുന്നത്. ബാലിന് മുട്ടുമടക്കാത്ത 7000 പേര് ശേഷിച്ചിരിക്കുന്നുവെന്നും തൻ്റെ ശത്രുക്കളെ എങ്ങനെ കൊല്ലണം എന്നുള്ള നെക്സ്റ്റ് പ്ലാനും പദ്ധതിയും ആരെ അഭിഷേകം ചെയ്യണം എന്നുള്ള പദ്ധതിയും കർത്താവ് ഏലിയാവിനോട് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്. എല്ലാം തീർന്നു പോയി എന്ന് നമ്മൾ കരുതുന്ന പല അവസരങ്ങളിലും കർത്താവിൻ്റെ പദ്ധതി ഒരുപാട് വലുതാണ്. നമ്മുടെ ഭയത്തിനും നമ്മുടെ ആകുലതയ്ക്കും ഒരുപാട് അപ്പുറമാണ് കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ പദ്ധതികളും. അതുകൊണ്ട് ജീവിതത്തിലെ എന്ത് അവസരത്തിലും കർത്താവിൻ്റെ കയ്യിൽ പൂർണ്ണമായി ഏൽപ്പിക്കുക. അന്തിമ വിജയം എപ്പോഴും യഹോവയുടേതാണ്. പിശാച് നമുക്കെതിരെ എത്ര വലിയ തന്ത്രങ്ങളും എത്ര വലിയ പദ്ധതിയും കൊണ്ടുവന്നാലും അന്ന് ഇസബേലിൻ്റെ ഭീഷണിക്ക് മുകളിലായി കർത്താവ് പ്രവർത്തിച്ചതുപോലെ ഇനിയും പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ അധികാരം എല്ലാ അധികാരങ്ങൾക്കും മേലെയാകുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.